എടാ, നമ്മളൊരു PSC പരീക്ഷയിൽ സിമ്പിളായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എഴുതാൻ പോകുന്ന പരീക്ഷയുടെ സിലബസ്, അതെങ്ങനെ കംപ്ലീറ്റ് ചെയ്യാം എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു ടൈം ടേബിൾ, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ, SCERT റിവിഷൻ, ഇത്രയും കാര്യങ്ങൾ മാത്രം അറിഞ്ഞിരുന്നാൽ മതി. നമ്മൾ ഫസ്റ്റ് എഴുതിയ പരീക്ഷ നമുക്ക് ഓർമ്മ ഉണ്ടാവും. നമ്മൾ ഒരു ഐഡിയ ഇല്ലാതെ ആരെങ്കിലും പറയുന്ന കേട്ടിട്ടോ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ക്യൂരിയോസിറ്റി എഴുതാൻ അതെങ്ങനെയാണ് എന്നറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റിയുടെ പേരിൽ എഴുതിയ ഒരു പരീക്ഷ ഉണ്ടാവും. ഒരു ഭാഗ്യ പരീക്ഷണമാണത്. എന്താ പറയുക, ചിലപ്പോൾ നെഗറ്റീവ് മാർക്കായിരിക്കാം, 0 മാർക്കായിരിക്കാം, 10, 20, 30, 30+ മാർക്കോ കിട്ടിയെന്നും വരാം. ഞാൻ എഴുതിയ പരീക്ഷയ്ക്ക് അതൊരു ഡിഗ്രി ലെവൽ പരീക്ഷയാണ്, ഫസ്റ്റ് എക്സാം. അതിനൊരു 30-നും 35-നും ഇടയ്ക്ക് ഒരു മാർക്കുണ്ടായിരുന്നു. അപ്പോൾ ഒരു കോൺഫിഡൻസ് ആയിരുന്നു, ഇത്ര ഒന്നും പഠിക്കാതെ തന്നെ ഇത്രയും മാർക്ക് കിട്ടി, അപ്പോൾ പഠിച്ചെഴുതുകയാണെങ്കിൽ വലിയൊരു മാർക്ക് കിട്ടും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അങ്ങനെയാണ് പഠിച്ചു തുടങ്ങുന്നത്. അപ്പോഴാണ് മനസ്സിലായത്, നമ്മൾ എന്തെങ്കിലും പഠിച്ചിട്ട് കാര്യമില്ല, സിലബസ് കംപ്ലീറ്റ് ചെയ്താലേ ഉപയോഗമുള്ളൂ. റീസൺ സിലബസ് കംപ്ലീറ്റ് ചെയ്യുന്നില്ല എന്നത് തന്നെയാണ്. സിലബസ് കംപ്ലീറ്റ് ചെയ്യുന്നത് വലിയൊരു ചടങ്ങാണ്, വലിയൊരു ടാസ്ക്കാണ്. അത് എങ്ങനെ പഠിക്കുന്നു എന്നത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും, അത് പാടാണോ എളുപ്പമാണോ എന്നുള്ളത്. നമ്മളിപ്പോൾ ഒരു റാങ്ക് ഫെയിൽ വെച്ച് പഠിക്കുകയാണ്, അതിൻ്റെ A to Z കാര്യങ്ങൾ ആദ്യത്തെ പേജ് തൊട്ട് അവസാനത്തെ പേജ് വരെ പഠിക്കാമെന്ന് തീരുമാനിച്ചെന്ന് വെച്ചു. പക്ഷേ നമ്മളത് പഠിച്ച് സ്റ്റാർട്ടായി തുടങ്ങുമ്പോൾ നമുക്കവിടെ ഫേവറിസം വരും. എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ്, പാടുള്ള സബ്ജക്റ്റ്, ഇങ്ങനെ വ്യത്യാസങ്ങൾ വരും. അപ്പോൾ പാടുള്ളത് നമ്മൾ കഴിവതും സ്കിപ്പ് ചെയ്യും, എളുപ്പമുള്ള കാര്യങ്ങൾ പെട്ടെന്ന് പഠിച്ചും പോകും. പക്ഷേ ഇതുകൊണ്ടുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് എല്ലാ ടോപ്പിക്കും കവർ ചെയ്യാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ എല്ലാ സബ്ജക്റ്റും വേണ്ടുവോളം കവർ ചെയ്യാൻ പറ്റത്തില്ല. ഇത് നമ്മുടെ മാർക്കിനെ ബാധിക്കും. പക്ഷേ നമ്മളൊരു ഡെയിലി ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്യണമെന്ന് വെച്ചു. അവിടെ നമ്മൾ ഫേവറിസം കാണിക്കുന്നില്ല. ഇത് എളുപ്പത്തിലുള്ള സബ്ജക്റ്റ്, പാടുള്ള സബ്ജക്റ്റിന് ഫേവറിസം കാണിക്കാതെ എല്ലാത്തിനും ഈക്വലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് നമ്മൾ ഡെയിലി ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്ത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് സിലബസ് കവർ ചെയ്യാം. പിന്നെ ആ ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിൽ SCERT എന്തായാലും ഉൾപ്പെടുത്തണം. SCERTയുടെ കാര്യം പറയുമ്പോൾ നമ്മൾ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട്, ഏതൊക്കെ ചാപ്റ്ററാണ് എന്നുള്ള കാര്യങ്ങൾ, ടെക്സ്റ്റ് ബുക്കിൻ്റെ പേരും ചാപ്റ്ററൊക്കെ. പക്ഷേ നല്ലൊരു പാടുള്ള ഒരു കാര്യമാണ് അങ്ങനെ ഓരോന്ന് കണ്ടെത്തി പഠിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഒരു SCERT റിലേറ്റഡ് ഫയൽസ് ഒരു ബുക്ക് ഉണ്ടെങ്കിൽ ഭയങ്കര എളുപ്പമായിരിക്കും പഠിക്കുക. പിന്നെ മാത്സ്, ഇംഗ്ലീഷ്, മലയാളം, അത് കഴിവതും ആഴ്ചയിൽ കൂടുതൽ ദിവസവും ടൈം ടേബിളിൽ ഉൾപ്പെടുത്തി വർക്കൗട്ട് ചെയ്ത് പോകുന്നത് നല്ലൊരു കാര്യമാണ്. കറണ്ട് അഫയേഴ്സ് ഒരുപാട് പേർക്ക് മാർക്ക് കുറയുന്ന ഒരു ഏരിയയാണ്. 20 മാർക്കിനാണ് LDC പരീക്ഷയ്ക്ക് ചോദ്യം വരുന്നത്. അപ്പോൾ കറണ്ട് അഫയേഴ്സിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഈ വർഷത്തെ മുഴുവൻ, ഇപ്പോൾ നോട്ടിഫിക്കേഷൻ ഡിസംബറിലോ മറ്റാണ് വരുന്നത്, ഈ വർഷത്തെ മുഴുവൻ കറണ്ട് അഫയേഴ്സും പഠിക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ ഒരു പരീക്ഷ LDC മാത്രം മെൻഷൻ ചെയ്തല്ല പറയുന്ന, PSCയുടെ ഏത് പരീക്ഷയായാലും അതിൻ്റെ സിലബസ് കംപ്ലീറ്റ് ചെയ്യുക എന്നാണ് നമ്മുടെ ആദ്യത്തെ മെയിൻ ഗോൾ എന്ന് പറയുന്നത്. സിലബസ് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് കൊണ്ടുള്ള ഒരു ഉപയോഗം എന്ന് പറയുന്നത്, ഇപ്പം നമ്മുടെ കയ്യിലൊരു സിലബസ് ഉണ്ട്, ഏത് പരീക്ഷ ആയിക്കോട്ടെ അതിൻ്റെ സിലബസ് ഉണ്ടെങ്കിൽ ആ സിലബസിനകത്ത് ഓരോ സബ്ജക്റ്റ് പറയുന്നുണ്ട്, അതിൻ്റെ ഓരോ ടോപ്പിക്സ് ഉണ്ട്, സബ് ടോപ്പിക്സ് ഉണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് PSC കണ്ടിന്യൂസ് ആയിട്ട് ചോദിക്കുന്ന ഏരിയ ഏതാണ് എന്ന് കണ്ടെത്താൻ ഈ പറയുന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എന്തുകൊണ്ടും സഹായിക്കും. അതുപോലെ തന്നെ മാത്സ്, ഇംഗ്ലീഷ്, മലയാളം പോലുള്ള സബ്ജക്റ്റ്, മാത്സ് മെയിനായിട്ട് എടുത്താൽ തന്നെ ഇക്വേഷൻ മാത്രം പഠിച്ചുകൊണ്ട് ആൻസർ കണ്ടെത്താൻ പറ്റത്തില്ല എന്ന് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ സിമ്പിളായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യം, എഴുതാൻ പോകുന്ന പരീക്ഷയുടെ സിലബസ് കംപ്ലീറ്റ് ചെയ്യുക എന്നാണ് നമ്മുടെ മെയിൻ ഗോൾ. അതിനായിട്ട് ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്യണം. അതിൽ SCERT ഇൻക്ലൂഡ് ആയിരിക്കണം. മാത്സ്, ഇംഗ്ലീഷ്, മലയാളം കഴിവതും കൂടുതൽ സമയവും വർക്കൗട്ട് ചെയ്യാൻ പറ്റണം. ആ രീതിക്കായിരിക്കണം ടൈം ടേബിൾ. കറണ്ട് അഫയേഴ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം. അതുപോലെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, റിവിഷൻ, ഇതെല്ലാം നടക്കണമെങ്കിൽ, ഇതെല്ലാം നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് കൊണ്ടുപോയാൽ നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇതെല്ലാം നടക്കണമെങ്കിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് ടൈം ടേബിൾ ഫോളോ ചെയ്യാനും പറ്റണം. ടൈം ടേബിൾ ഫോളോ ചെയ്യണമെങ്കിൽ ഇപ്പോൾ ഓരോ ഇൻഡിവിജ്വലിനും ഡിഫറെൻ്റ് ആണ്. അവർക്കിപ്പോൾ സമയം കിട്ടുന്നത് പല രീതിയിലായിരിക്കും. അപ്പോൾ ഒരു ദിവസം എത്ര പറ്റുമോ അത്ര ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടായിരിക്കണം ഒരു ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്യാനുള്ളത്. ഇല്ലാന്നുണ്ടെങ്കിൽ പെൻഡിങ് വന്നുകൊണ്ടേയിരിക്കും. പെൻഡിങ് വന്നാലുള്ള പ്രശ്നം, പെൻഡിങ് കംപ്ലീറ്റ് ചെയ്ത് പോകുമ്പോൾ റിവിഷൻ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് എത്ര പറ്റുമോ, ലിമിറ്റഡ് ആണെങ്കിൽ പോലും അത് മതി. നമുക്ക് പറ്റുന്ന അത്രയും കാര്യങ്ങൾ നമ്മൾക്ക് പഠിച്ചു പോകാൻ പോകുന്ന രീതിക്ക്, പഠിച്ചു പോകാൻ പറ്റുന്ന രീതിക്ക് ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ എല്ലാം സ്മൂത്തായിട്ട് പോകും.